ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സെൻറ് ജോസഫ് ഐരോളി ദേവാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഐരോളി ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ബാണ്ടു നെരൂൾ ഇടവകയുടെ മധ്യഭാഗത്തായിട്ടാണ്. ഐരോളി ദേവാലയത്തിൻ്റെ 500 മീറ്റർ ചുറ്റളവിലാണ് താനെ ക്രീക്ക് സ്ഥിതി ചെയ്യുക. താനെ ക്രീക്ക് എന്ന് കേൾക്കുമ്പോൾ ഫ്ലെമിംഗോസ് ബേർഡ് സാങ്ച്വറി ലോകത്തിൽ മുഴുവനും പ്രസിദ്ധമായ ഒരിടമാണ്. അതുപോലെ തന്നെ ഐരോളി ദേവാലയത്തിൽ നിന്നും 1 കിലോമീറ്റർ ചുറ്റളവിൽ IT പാർക്കുകൾ സ്ഥിതി ചെയ്യുന്നു. 1988 ഏപ്രിൽ 30 വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാലെ കല്യാൺ രൂപത സ്ഥാപിതമായി. 1990 മുൻപ് വിശുദ്ധ മദർ തെരേസായ സ്ഥാപിതമായ പ്രേംദാൻ എന്ന ആശ്രമത്തിലായിരുന്നു ഐരോളി സെൻറ് ജോസഫ് ഇടവക സമൂഹം ഒന്നു ചേർന്ന് ആധ്യാത്മിക കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നത്. 1990 സെക്ടർ 3 3 റൂമുകൾ വാങ്ങുകയും ഇടവക കൂട്ടായ്മ വിശ്വാസ സമൂഹം ഒരുമിച്ച് ചേർന്ന് സെൻറ് ജോസഫ് പ്രാർത്ഥനാലയം എന്ന പേരിൽ വിശുദ്ധ കുർബാനകൾ ആരംഭിക്കുകയും ചെയ്തു. അന്ന് ബഹുമാനപ്പെട്ട തോമസ് തലച്ചരച്ചനായിരുന്നു ഇടവകയുടെ വികാരി. അന്നു മുതൽ സെൻറ് ജോസഫ് പ്രാർത്ഥനാലയം എന്ന് പറയുന്ന സെക്ടർ 3 സ്ഥിതി ചെയ്യുന്ന ചാപ്പലിലേക്ക് വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും വിശുദ്ധ ബലി ആരംഭിക്കുകയുണ്ടായി. 1993 ബഹുമാനപ്പെട്ട തോമസ് കളപ്പുര അച്ഛൻ്റെ നേതൃത്വത്തിൽ സിഡ്കോയിലേക്ക് സെക്ടർ 10 ദേവാലയത്തിനായി അപേക്ഷകൾ സമർപ്പിച്ചു. അതിനുശേഷം ബഹുമാനപ്പെട്ട പോൾ അറക്കൽ അച്ഛൻ്റെ കഠിന പരിശ്രമത്തിന് ഫലമായി 1998 പുതിയ സ്ഥലത്തിനായിട്ടുള്ള അനുമതി ലഭിച്ചു. 1998 അഭിനന്ദ മാർ തോമസ് ഇലവനാൽ പിതാവ് ഇന്ന് സ്ഥിതി ചെയ്യുന്ന സെക്ടർ 8 ഈ പുതിയ ദേവാലയത്തിന് തറക്കല്ലിട്ടു. തുടർന്ന് ബഹുമാനപ്പെട്ട ജോജു അറക്കലച്ചൻ്റെ നേതൃത്വത്തിൽ 2000-2004 കാലഘട്ടങ്ങളിൽ സെൻറ് ജോസഫ് പ്രാർത്ഥനാലയം എന്ന് പറഞ്ഞ് സ്ഥിതി ചെയ്യുന്ന ചാപ്പലിൽ നേഴ്സറി ആരംഭിക്കുകയും ദേവാലയ നിർമ്മിതിക്കായിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട ജോജു അറക്കലച്ചൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് ബഹുമാനപ്പെട്ട ജോജു അറക്കലച്ചൻ്റെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായി 2003 ഏപ്രിൽ 12 സെക്ടർ 10 സ്ഥിതി ചെയ്യുന്ന പുതിയ ദേവാലയത്തിൻ്റെ കൂദാശ കർമ്മങ്ങൾ അഭിനന്ദ മാർ തോമസ് ഇലവനാൽ പിതാവിനാൽ നിർവഹിക്കപ്പെട്ടു. തുടർന്ന് ബഹുമാനപ്പെട്ട സിരേ കുമ്പാട്ടച്ചൻ 2004-2005 വർഷങ്ങളിൽ ഈ ദേവാലയത്തിൻ്റെ തുടർന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് 2005-2008 കാലഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട രാജേഷ് മാത്യു അച്ഛൻ ഇടവകയെ വികാരിയായി നിയമിതനാകുകയും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിൽ ദേവാലയത്തിന് മനോഹരമായ ഒരു ഗ്രോട്ടോ നിർമ്മിക്കുകയും ദേവാലയത്തിൻ്റെ ഓൾട്ടർ മനോഹരമാക്കുകയും ചെയ്തു. തുടർന്ന് 2008-2009 കാലഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട ജോസ് ആളൂരച്ചൻ ഇടവകയിൽ വികാരിയായി സേവനം ചെയ്തു. ഇടവകയുടെ എല്ലാ വിശ്വാസ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കും ബഹുമാനപ്പെട്ട അച്ഛൻ നേതൃത്വം നൽകി. തുടർന്ന് വന്ന ബഹുമാനപ്പെട്ട ബിജു കൊല്ലംകുന്നേലച്ചൻ 2009-2010 കാലങ്ങളിൽ ഇടവകയ്ക്ക് നേതൃത്വം നൽകി. അതിനുശേഷം 2010-2014 കാലഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട സിൻഡോ ചാലിശ്ശേരി അച്ഛൻ ഇടവകയിൽ വികാരിയായി സേവനം ചെയ്തു. 2013 ഇടവകയുടെ 10ാം വാർഷികം വളരെ ആഘോഷപൂർവ്വം ആഘോഷിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട സിൻഡോ ചാലിശ്ശേരി അച്ഛൻ്റെ നേതൃത്വത്തിൽ ആ വർഷത്തെ ക്രിസ്മസ് മെഗാ കരോൾ പ്രോഗ്രാം ഈ ഇടവകയും ഈ സമൂഹത്തെ മുഴുവനും പുതിയൊരു ഉണർവിലേക്ക് നയിക്കുകയും ചെയ്തു. 32ഓളം സാന്റ ക്രിസ്മസ് മെസ്സേജുകളുമായി ഇടവകയുടെ നാനാഭാഗങ്ങളിലേക്ക് പോവുകയുണ്ടായി. തുടർന്ന് 2014-15 കാലഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ഇലവത്തെങ്കിൽ അച്ഛൻ ഇടവകയിൽ വികാരിയായി സേവനം ചെയ്തു. ആ കാലഘട്ടങ്ങളിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് മെഗാ പുൽക്കൂട് നിർമ്മിക്കുകയും ഇടവകയുടെ ചുറ്റുമുള്ള ആളുകൾക്കും സമൂഹത്തിനും വലിയൊരു ക്രിസ്മസ് സന്ദേശമായി അത് മാറുകയും ചെയ്തു. തുടർന്ന് വന്ന ബഹുമാനപ്പെട്ട മാർട്ടിൻ കൊമ്പാറയച്ചൻ 2015-2019 കാലഘട്ടങ്ങളിൽ ഇടവകയെ ശക്തമായി മുന്നോട്ട് നയിക്കുകയും ഇടവകയ്ക്ക് സ്വന്തമായി ഒരു ലോഗോ വേണമെന്ന് ആഗ്രഹിക്കുകയും അത് നിർമ്മിക്കുകയും ചെയ്തു. തുടർന്ന് 2019-2022 കാലഘട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട സക്കറിയാസ് നീലങ്കാവിലച്ചൻ ഇടവകയെ ആധ്യാത്മികമായി നയിച്ചു. തുടർന്ന് നമ്മുടെ ഇടവകയെ നയിക്കുവാനായി കടന്നു വന്നത് ബഹുമാനപ്പെട്ട ലിജോ വെള്ളിയാങ്കണ്ടത്തിൽ അച്ഛനായിരുന്നു. അച്ഛൻ 2022-2024 കാലഘട്ടങ്ങളിൽ ഇടവകയെ നയിച്ചു. തുടർന്ന് 2024 ഫെബ്രുവരി മാസം ഞാൻ ഫാദർ ബിബിൻ ചൊവ്വാറ്റുകുന്നേൽ ഇടവകയുടെ വികാരിയായി നിയമിതനായി. നമ്മുടെ ഇടവകയുടെ പുരോഗതിക്കായി സജീവമായി പ്രവർത്തിക്കുന്ന സംഘടനകൾ ഇടവകയിലുണ്ട്. പിതൃവേദി, മാതൃസംഘം, യൂത്ത്, കാറ്റഗിസം, ഓൾട്ടർ ബോയ്സ്, പ്രയർ ഗ്രൂപ്പ്, കൊയർ എന്നിവരാണ്.
നമ്മുടെ ഇടവകയുടെ പുരോഗതിക്ക് വേണ്ടിയും വളർച്ചയ്ക്ക് വേണ്ടിയും അത്യന്തം അധ്വാനിക്കുന്ന പാരിഷ് കൗൺസിൽ മെമ്പേഴ്സ് അവരുടെ നേതൃത്വം ഈ ഇടവകയെ ശക്തമായി മുന്നോട്ട് നയിക്കുന്നു. 24 മെമ്പേഴ്സുള്ള ഈ പാരിഷ് കൗൺസിലിൽ അവരുടെ നിർദ്ദേശങ്ങളും പ്രയത്നങ്ങളും ഈ ഇടവകയെ പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇടവകയിലെ 90ഓളം പിതൃവേദി അംഗങ്ങൾ കഠിനമായി അധ്വാനിക്കുന്നു. ഇടവകയുടെ തിരുനാളുകളിലും ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ശക്തമായി നെടുന്തൂണുകളായി നിൽക്കുന്നവരാണ് ഈ പിതൃവേദി അംഗങ്ങൾ. എല്ലാ മാസവും ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് ഭക്ഷണങ്ങൾ പാകം ചെയ്ത് വിതരണം ചെയ്യുകയും ഇടവകയുടെ പുരോഗതിക്ക് ആവശ്യമായ കെട്ടുറപ്പിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിതൃവേദി അംഗങ്ങൾ നേതൃത്വം നൽകി പോരുന്നു. ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാൾ ദിനത്തിൽ നമ്മുടെ പിതൃവേദി അംഗങ്ങൾ ഓൾട്ടർ ബോയ്സ് ആയിട്ടും അന്നത്തെ ഊട്ടുനേർച്ചകൾ പാകം ചെയ്യുവാനും വിതരണം ചെയ്യുവാനും മുൻകൈയെടുക്കുന്നു. നമ്മുടെ ഇടവകയിൽ ഏകദേശം 70ഓളം മാതൃസംഘം അംഗങ്ങളുണ്ട്. ഇവരുടെ ശക്തമായ നേതൃത്വം ഇടവകയുടെ കൂട്ടായ്മയ്ക്കും ഇടവകയുടെ പുരോഗതിക്കും ഏറെ ഗുണം ചെയ്യുന്നു. മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ ചാരിറ്റി വിസിറ്റുകൾ നടത്തുകയും രോഗികളായിട്ടുള്ളവരെ സന്ദർശിക്കുകയും ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുകയും അമ്മമാരെ ഒരുമിച്ച് കൂട്ടുകയും പ്രാർത്ഥനയിലും മറ്റ് പ്രവർത്തനങ്ങളിലും മാതൃസംഘം അംഗങ്ങൾ ഇടവകയിൽ നേതൃത്വം നൽകുന്നുണ്ട്. നമ്മുടെ ഇടവകയിൽ ഏകദേശം 75ഓളം യുവജനങ്ങൾ ആത്മാർത്ഥമായിട്ട് നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നു. ഇടവകയിൽ എല്ലാ വർഷവും നടത്തിപ്പോരുന്ന ഇടവക സ്പോർട്സ് ഡേയ്ക്ക് കൃത്യമായി നേതൃത്വങ്ങളും ക്രമീകരണങ്ങളും നടത്തുന്നത് യുവജനങ്ങളാണ്. നമ്മുടെ യുവജനങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും ഒരുമിച്ച് കൂടുകയും ഇടവകയുടെ ക്രിയാത്മകമായ എല്ലാ പ്രവർത്തനങ്ങളെയും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും ഇടവക തിരുനാളുകളിലും ക്രിസ്മസ് അവസരങ്ങളിലും പിതൃവേദി അംഗങ്ങളോട് ചേർന്നുകൊണ്ട് യുവജനങ്ങൾ ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാനായി മുന്നോട്ട് കടന്നു വരുന്നു. ഇപ്പോൾ നിലവിൽ നമ്മുടെ ഇടവകയിൽ 12ഓളം കൊയർ അംഗങ്ങൾ ഇടവകയുടെ വിശുദ്ധ ബലിക്ക് സജീവമാക്കുവാനായി സഹകരിക്കുന്നു. കാറ്റഗിസം കുട്ടികളുടെ കൊയറും മുതിർന്നവരുടെ കൊയറും ഇടവകയുടെ ഗാന ശുശ്രൂഷകളിൽ ഏറെ ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്നു. ഇടവകയുടെ ധ്യാനാവസരങ്ങളിലും വിശുദ്ധ ബലിയെയും ഏറെ ആത്മീയമായ ഉണർവിലേക്ക് നയിക്കുവാനായി ഈ കൊയർ അംഗങ്ങളുടെ സംഭാവന ഏറെ ശ്രദ്ധേയമാണ്. നമ്മുടെ ഇടവകയിൽ ഏകദേശം 18ഓളം ഓൾട്ടർ ബോയ്സ് വിശുദ്ധ ബലിയിൽ ശുശ്രൂഷകരായിട്ട് സേവനം ചെയ്യുന്നു. അവർക്ക് നേതൃത്വം നൽകുവാനായി ഒരു ആനിമേറ്ററും അവരെ സഹായിക്കുവാനായി കാറ്റഗിസം ടീച്ചേഴ്സും അവരുടെ പ്രാർത്ഥനകൾക്കും ആത്മീയ വളർച്ചയ്ക്കും നേതൃത്വം നൽകുവാനായി ശ്രദ്ധിച്ചു പോരുന്നു. നമ്മുടെ ഇടവകയിൽ ഏകദേശം 15ഓളം പ്രയർ ഗ്രൂപ്പ് അംഗങ്ങൾ നിലകൊള്ളുന്നു. എല്ലാ വ്യാഴാഴ്ചകളിലും വൈകുന്നേരങ്ങളിൽ അവർ ഒരുമിച്ച് കൂടുകയും ഇടവകയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥനകളും മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇടവകയിൽ ഇപ്പോൾ 60 കാറ്റഗിസം കുട്ടികളും 17 കാറ്റഗിസം ടീച്ചേഴ്സും ഉണ്ട്. ഇടവകയുടെയും രൂപതയുടെയും വിശ്വാസ പരിശീലന രംഗത്ത് ഏറെ മാതൃകാപരമായ ശുശ്രൂഷകളും പ്രവർത്തനങ്ങളും ഇവർ നിർവഹിക്കുന്നു. ഇടവകയിൽ എല്ലാ ഞായറാഴ്ചകളിലും വിശ്വാസ പരിശീലനവും തുടർന്ന് അവരുടെ വിശ്വാസത്തെ വളർത്തുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള നേതൃത്വങ്ങൾക്കും കാറ്റഗിസം ടീച്ചേഴ്സ് നേതൃത്വം നൽകുന്നു. വരും തലമുറയെ വിശ്വാസത്തിലും സാമൂഹിക നീതിയിലും സത്യസന്ധതയിലും വളർത്തുവാനായി ഈ വിശ്വാസ പരിശീലനം ഏറെ സ്വാധീനിക്കുന്നു. സഭയുടെയും സമൂഹത്തിനും ശുശ്രൂഷ ചെയ്യുവാനും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനും ഈ കാറ്റഗിസം കുട്ടികളെ പരിശീലിപ്പിക്കുന്നു. അവരുടെ സ്വഭാവ രൂപീകരണത്തിലും വിശ്വാസ രൂപീകരണത്തിലും ഈ കാറ്റഗിസം ടീച്ചേഴ്സ് ഏറെ പങ്കുവഹിക്കുന്നു. നമ്മുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാൾ നവംബർ മാസത്തിലാണ് നടത്താറ്. ഇടവകയെയും സമൂഹത്തെയും പുതിയൊരു ഉണർവിലേക്ക് നയിക്കാനായി ഈ തിരുനാൾ കാരണമാകുന്നു. 10ാം ദിവസം ആഘോഷമായ വിശുദ്ധ ബലിയും അതേ തുടർന്ന് പ്രദക്ഷിണവും അതിനുശേഷം ഊട്ടുനേർച്ചയും നടത്തിവരുന്നു. ജനുവരി മാസത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ 3 ദിവസം ഇടവകയിൽ നടത്തുന്നു. നമ്മുടെ ഇടവകയിൽ ഇപ്പോൾ 110 കുടുംബങ്ങളുണ്ട്. അവരെ 6 യൂണിറ്റുകളായി തിരിക്കുകയും എല്ലാ മാസത്തിലും നിശ്ചയിച്ച ദിവസം ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടി കുടുംബ പ്രാർത്ഥനകൾ നയിക്കുകയും ചെയ്യുന്നു. അന്നേ ദിവസം ഇടവകയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും ഇടവകയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ചർച്ചകൾ നടത്തുകയും ക്രിയാത്മകമായി ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടുകയും ചെയ്യുന്നു. നമ്മുടെ ഇടവകയിൽ നിന്നും ധാരാളം ദൈവവിളികൾ ഉണ്ടായിട്ടുണ്ട്. സിസ്റ്റർ റെജീന മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് പീറ്റർ ക്ലെവറിലെ അംഗമാണ്. സിസ്റ്റർ ഇപ്പോൾ വിദേശത്താണ് സേവനം ചെയ്യുക. മാതാപിതാക്കളായ പാപ്പച്ചൻ മേരി ദമ്പതികളുടെ മകളാണ്. മറ്റൊരു ദൈവവിളി സ്വീകരിച്ച് സിസ്റ്റർ ഗ്രേസി SIBS സഭാംഗമാണ്. മധ്യപ്രദേശിൽ സിസ്റ്റർ സേവനം ചെയ്യുന്നു. വർഗീസ് റോസി ദമ്പതികളുടെ മകളാണ്. നമ്മുടെ ഇടവകയിൽ നിന്നും വൈദികനായി ദൈവവിളി സ്വീകരിച്ച ബഹുമാനപ്പെട്ട ജിൻസ് മാത്യു അച്ഛനാണ്. അച്ഛനിപ്പോൾ നമ്മുടെ രൂപതയുടെ അഭിമന്യ പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജിൻസ് അച്ഛൻ മാത്യു അബ്രാഹം മിനി മാത്യു ദമ്പതികളുടെ മകനാണ്. നമ്മുടെ ഇടവകയിൽ നിന്നും ബ്രദർ ജെൻസൺ ആലപ്പാട്ട്
ശംഷാബാദ് രൂപതയ്ക്ക് വേണ്ടി വൈദിക പരിശീലനം നടത്തുന്നു. ഡീക്കൻ ജെൻസൺ ആലപ്പാട്ടിൻ്റെ മാതാപിതാക്കളായ ജോർജ് ജെസ്സി ജോർജ് ദമ്പതികളുടെ മകനാണ്. ഈ ദൈവവിളികൾ നമ്മുടെ ഇടവകയിലെ യുവജനങ്ങൾക്കും കുട്ടികൾക്കും പൗരോഹിത്യത്തിലേക്കും സന്യാസത്തിലേക്കും ദൈവവിളി സ്വീകരിക്കുവാനായി പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സെൻറ് ജോസഫ് ഐറോളി ഇടവകയിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ 7 മണിക്കും ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ 8 മണിക്കും വിശുദ്ധ ബലി നടത്തപ്പെടുന്നു. എല്ലാ ബുധനാഴ്ചകളിലും നിത്യസഹായ മാതാവിൻ്റെ നൊവേനയും എല്ലാ വെള്ളിയാഴ്ചകളിലും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നൊവേനയും നടത്തിവരുന്നു. എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും ആരാധനയും ജപമാലയും നടത്തുന്നു. സ്നേഹമുള്ളവരെ, ഈ ഇടവകയിൽ കടന്നു വരുവാനും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ഏവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. നമ്മുടെ സെൻറ് ജോസഫ് ഐറോളി ഇടവക ഐറോളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2 കിലോമീറ്റർ ദൂരവും ഈസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തും സ്ഥിതി ചെയ്യുന്നു. ഇന്ന് ഈ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സെൻറ് ജോസഫ് ഐറോളി ഇടവകയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തോളും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു. വീണ്ടും തുടർന്ന് 24-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. സ്നേഹമുള്ളവരെ, ഈ ആധുനിക കാലത്തിലെ നമ്മുടെ ജീവിതത്തിലും നിരവധിയായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ നീതിയിലും സത്യത്തിലും വിശ്വസ്തതയിലും ജീവിക്കുവാൻ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാതൃക നമുക്ക് അനുകരിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും അസ്വസ്ഥതകളിലും വിശുദ്ധ ഔസേപ്പിതാവ് ദൈവദൂതൻ്റെ സ്വരം ശ്രവിച്ചതുപോലെ ദൈവത്തെ ശ്രവിക്കുവാനും ദൈവിക പ്രചോദനങ്ങൾക്ക് പ്രത്യുത്തരമായി ജീവിതം മുന്നോട്ട് നയിക്കുവാനും വിശുദ്ധ ഔസേപ്പിതാവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.